ഇരിക്കുന്നു. അനുഗ്രഹീതമായ രീതിയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ തോമസ്, വർഷിപ്പ് ലീഡ് ചെയ്തിരുന്ന സുജ സിസ്റ്റർ, ഷായിച്ചാന ഫാമിലി, റിജോയ്സ് ചർച്ചിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ വീടുകളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്ത ഡിവൈസുകളിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത്, നിങ്ങളായിരിക്കുന്ന ഹാളിൽ വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ വചനത്തിന് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവവചനത്തെ തടയാൻ ആർക്കും കഴിയത്തില്ല. പൗലോസിനെ കാരാഗ്രഹത്തിലാക്കുവാൻ റോമ ഗവൺമെന്റിന് പറ്റും. പക്ഷേ പൗലോസ് പ്രസംഗിക്കുന്ന ദൈവവചനത്തെ ബന്ധിക്കുവാൻ റോമ ഗവൺമെന്റിന് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം അതിവേഗം ചെല്ലുന്നതാണ്. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ ഏറ്റെടുത്ത് ആമേൻ പറയുമ്പോൾ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ പോലെ സാക്ഷാലാകുന്നത് പോലെയാണ് ദൈവത്തിന്റെ വചനം എന്ന് മനുഷ്യന്റെ വാക്കായിട്ടല്ല, ലിജോയുടെ വാക്കായിട്ടല്ല, ദൈവത്തിന്റെ വാക്കായിട്ട്, ദൈവ ശബ്ദമായിട്ട് ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ വചനം അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അസാധ്യ കാര്യങ്ങളെ ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി ഇന്നു രാത്രി ചെയ്യാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവവചന ഭാഗം നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഒരുപക്ഷെ ഈ വാക്യം കേൾക്കാത്തവരായി, ഒരു തവണയെങ്കിലും കേൾക്കാത്തവരായി, ഒരു തവണയെങ്കിലും അവരുടെ വായിലൂടെ പറയാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ലെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. വിശേഷാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ പ്രാർത്ഥനയുടെ മറുപടി വൈകുമ്പോൾ ദൈവത്തോടായി അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവമേ, അങ്ങനെ മറന്നു കളഞ്ഞോ? സ്തോത്രം. ദൈവമേ, അങ്ങന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? എൻ്റെ കണ്ണുനീര് കാണുന്നില്ലേ? ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. ഓരോ വർഷത്തിൻ്റെയും ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ പ്രയർ റിക്വസ്റ്റിനകത്തൊരു ദൈവപ്രവൃത്തി കണ്ടിരുന്നുവെങ്കിലെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, അവളുടെ അഡ്മിഷനുമായിട്ടുള്ള ബന്ധത്തിൽ, അവരുടെ ഫാമിലി ലൈഫുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ ഭാവി ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ദൈവപ്രവൃത്തി കണ്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് കാണുന്നു. കുഞ്ഞെ, നിന്റെ വിഷയത്തിന് പ്രാർത്ഥന വൈകിട്ട് നിന്റെ ജീവിതത്തിന്റെ ചില ബ്രേക്കിംഗ് പോയിന്റിൽ നീ പറയാറുണ്ട്: ദൈവമേ, അങ്ങനെ മറന്നു കളഞ്ഞോ? സ്തോത്രം. ഇതേ ചോദ്യം ഈ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ടുമുകളിലുണ്ട്. 27-ാം വാക്യത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? 40-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. അടുത്തത്: എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്നും യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? പലപ്പോഴും പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ചില ജീവിത സാഹചര്യത്തിൽ, ജീവിതത്തിന്റെ ചില ഘട്ടത്തിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലേ: ദൈവമേ, എൻ്റെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കുക. എൻ്റെ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന പലരുണ്ട്, എൻ്റെ പ്രെയർ കമ്മ്യൂണിറ്റിക്കകത്ത് പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. അവരൊക്കെ സാക്ഷി പറയുന്നു ഇങ്ങനെ അവർക്ക് ദൈവം വിടുതൽ കൊടുത്തത്, അത്ഭുതം ചെയ്തത്. ദൈവമേ, എന്നാ എനിക്കൊന്ന് സാക്ഷി പറയാൻ അവസരം കിട്ടുന്നത്? എൻ്റെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കുവാണോ? എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ പോവുകയാണോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തരികയാണ്.
നമ്മുടെ ഒരു പ്രാർത്ഥനയും വേസ്റ്റ് അല്ല. ദൈവവചനം പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. നമ്മൾ ഇരിക്കുന്നത് ആരുടെ സന്നിധിയിലാണ്? മറ്റൊരു രാജ്യത്തിരുന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വേസ്റ്റ് അല്ല. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും വേസ്റ്റ് അല്ല. ഓരോ പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം കേട്ടിട്ടുണ്ട്. നിന്റെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കത്തല്ല. ചില പ്രവർത്തികൾക്കകത്ത് നീ കാത്തിരിപ്പുണ്ട്. എൻ്റെ ദൈവമേ, നീ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന. എന്തിനേറെ പറയുന്നു, ഈ യോഗത്തിന് വരുമ്പോൾ ദൈവമേ എന്നോടൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നെന്ന് പറയുന്ന ചിലരെ ഈ മീറ്റിങ്ങിന്റെ പ്രാരംഭ സമയത്ത് പരിശുദ്ധാത്മാവ് കാണുകയാണ്. ദൈവം നിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, നിലവിളി കേട്ടിട്ടുണ്ട്. നിന്റെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കുകയല്ല കേട്ടോ. നിന്റെ ന്യായം ദൈവം മറച്ചു വെച്ചിട്ടില്ല. ഹല്ലേലൂയ. നീ ദൈവത്തെ കാത്തിരുന്നോണം. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റു മനുഷ്യർക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. നമ്മുടെ ബന്ധത്തിലുള്ള പലരും, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പലരും നമ്മളോട് പറയും, ഞാൻ സഹായിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പലപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരുന്ന് നമ്മുടെ സമയം പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ ബൈബിൾ എന്നെടുത്ത് ഉയർത്തിപ്പിടിച്ചേ, സ്തോത്രം. എന്നിട്ട് പറഞ്ഞേ, എൻ്റെ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും, ഒരാളെ പോലും പുസ്തകത്തിനകത്ത് കാണാൻ കഴിയത്തില്ല ലജ്ജിച്ചു പോയത്. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും, വാ തുറന്ന് പറഞ്ഞേ, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് കേട്ടോ. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. സങ്കീർത്തനം 25:3. 1, ദൈവത്തെ കാത്തിരുന്നാൽ നമ്മൾ ലജ്ജിക്കത്തില്ല. അധികം വൈകാതെ ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കും. ഹല്ലേലൂയ. 2, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ നിലവിളി ശബ്ദം അവിടുന്ന് കേൾക്കും. നമുക്കെല്ലാം പരിചയമുള്ള സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. 40-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അർത്ഥാൽ 1, ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജ്ജിക്കില്ല. 2, ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ നിലവിളി ശബ്ദം അവിടുന്ന് കേൾക്കും. സ്തോത്രം. 3, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കത്തക്കവണ്ണം ഉയർന്നിരിക്കുന്നു. അടുത്തത്, യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി നിങ്ങൾ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒന്ന് ചിന്തിച്ച്, ഇന്നലകളിൽ നമ്മളെ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവം അത്ഭുതം ചെയ്തിട്ടില്ലേ? ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിരാശപ്പെട്ടു പോകരുത്. വെയിറ്റ് ചെയ്യും. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തലും ലജ്ജിക്കത്തില്ല. ഞാൻ പറയുന്നു, പ്രതീക്ഷയറ്റ ചില വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മഞ്ഞും മഴയും അയച്ച് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇത് ദൈവ വചനത്തിന്റെ ശബ്ദമാണ്. ശാന്തമായി ഈ രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ചില മനസ്സുകളെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് ഉണർത്തുകയാണ്. നിന്റെ കണ്ണ് ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്ന യഹോവയെ കാത്തിരിക്കുന്നത് നല്ലത്. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് നല്ലത്. പ്രിയപ്പെട്ടവരെ, കാത്തിരുന്നോണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ എ അനോയിന്റിങ്, ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ എ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, വെയിറ്റ്, കാത്തിരിക്കെ. ദൈവം നിന്നെ അഭിഷേകത്തിൽ നിറയ്ക്കും. ഹല്ലേലൂയ. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ നീ താല്പര്യപ്പെടുന്ന ചിലരെ ഇന്ന് രാത്രി പറയുന്നു, കൂടെ ആരാധിക്കുന്ന പലരും അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും. കർത്താവ്, ഞാൻ ആളുകളായി കാത്തിരിക്കുക, എനിക്ക് ആ വരം കിട്ടുന്നില്ല. കർത്താവിനോട് പറയുകയാണ്, കാത്തിരിക്കുക. ദൈവം നിന്നെ അഭിഷേകത്തിൽ നിറയ്ക്കും. നിന്റെ അകത്തൊരാഗ്രഹം ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം കാണുമ്പോൾ പ്രായം ചെന്നൊരു അപ്പച്ചൻ കാത്തിരിക്കുക.
അദ്ദേഹം ഒരു ദൂത് കേട്ടിട്ടാ കാത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ദൂത് കേട്ടു. ആ ദൂത് മറ്റൊന്നുമല്ല, 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ശിമയോനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. ശിമയോൻ ഒരു ദൂത് കേട്ടു, മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ കണ്ണുകൊണ്ട് കാണും, യേശു കുഞ്ഞിനെ കാണും. യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് യഹൂദന്മാരെ കാത്തിരിക്കുകയാണ് വാഗ്ദത്ത മശിഹായ്ക്ക് വേണ്ടി. പെസഹ ആചരിക്കുമ്പോഴെല്ലാം അവർ കാത്തിരിക്കുകയാണ്, മശിഹ വരും, മശിഹ വരും. എന്നാൽ ബാക്കിയുള്ള യഹൂദന്മാരിൽ നിന്ന്, ബാക്കിയുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനാണ് ശിമയോൻ. അവൻ ന്യായപ്രമാണപ്രകാരമോ പ്രവാചകന്മാർ പറഞ്ഞ ദൂതനുസരിച്ചല്ല കാത്തിരിക്കുന്നത്. തനിക്ക് പേഴ്സണലി പരിശുദ്ധാത്മാവിനാൽ താൻ ഒരു ശബ്ദം കേട്ടു, ക്രിസ്തുവിനെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ആ 25 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ലൂക്കോസ് 2:25. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, യെരൂശലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അടുത്തത്, ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. എന്താ? ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി. ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ കാത്തിരിക്കുകയാണ്. പ്രായം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, വർഷങ്ങൾ മുമ്പോട്ട് കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന, തൻ്റെ കൂടെ ദേവാലയത്തിൽ വന്നിരുന്ന പലരും മരിച്ചുപോയി. ശിമയോൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, ശിമയോനെ മരിക്കുന്നില്ല, എന്തിയെ? കൂടെയുള്ള അച്ചായന്മാർ എന്തിയെ? പറയുക, അവരെല്ലാം മരിച്ചുപോയി, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുകയാണ്. ശിമയോനെ, താങ്കൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബലം കൊണ്ടോ താങ്കൾ ചെയ്യുന്ന വ്യായാമത്തിന്റെ ശക്തി കൊണ്ടോ അല്ല ജീവിച്ചിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഒരു ദൂതുടെ കിടപ്പുണ്ട് നിവൃത്തിയാകാൻ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സമപ്രായക്കാരായ പലരും മരിച്ചു പോയപ്പോൾ ദൈവം ചിലതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് ഈ ആയുസ്സിൽ കാണിക്കുവാനായിട്ട് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് ആയുസ്സോടെ നിൽത്തുന്നു കേട്ടോ. തലമുറകളെ കുറിച്ചുള്ള, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള, ചർച്ചിനെ കുറിച്ചുള്ള ചില പ്രോമിസുകൾ പെൻഡിങ് ആയതുകൊണ്ടാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബലമല്ല, കുടിക്കുന്ന വെള്ളത്തിന്റെ ബലമല്ല, യാത്ര ചെയ്യുവാൻ, ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല് കൊണ്ടൊന്നുമല്ല ഒന്നും പറ്റാതിരിക്കുന്നത്. ചില ദൂതൂടെ നിവൃത്തിയാകാനുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോ. ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. മരണമല്ല നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, ദൂതിന്റെ നിവൃത്തിയാണ്. ഇന്ന് രാത്രി മരണഭയത്തിൽ നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുമ്പോൾ മരണഭയം, ചില ഭയത്തിന്റെ കെണിയിൽ കിടക്കുന്ന ചിലതിനെ ഈ വചന ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ അകത്തിരിക്കുന്ന ഭയത്തെ ഇന്ന് രാവിലെ സമയം, രാത്രി സമയം നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് നീ ആയിരിക്കുന്ന റൂമിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുക. വാ തുറന്ന് കരമുയർത്തി, നിന്റെ കരം ശിരസിന് മേലെ ഉയർത്തി പറഞ്ഞ്, ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുക. ആരൊക്കെ എനിക്ക് വിരോധമായി പ്രവചിച്ചാലും, ആരൊക്കെ എനിക്ക് വിരോധമായി സംസാരിച്ചാലും, എന്റെ ദൈവം എന്നോട് പറഞ്ഞ ദൂതുകൾ, എന്റെ ദൈവം എന്റെ മിനിസ്ട്രിയോട് പറഞ്ഞ ദൂതുകൾ, എന്റെ ദൈവം എന്റെ തലമുറയോട് പറഞ്ഞ ദൂതുകൾ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിവർത്തിച്ചു കാണിക്കാൻ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം വിശ്വസ്തനാണ്. കൈ ശിരസിന് മുകളിൽ ഉയർത്തി അധികാരത്തോടെ, വിശ്വാസത്തോടെ പറയാൻ ഇന്നു രാത്രി ആരൊക്കെ തയ്യാറാകും? നിന്റെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കണ്ട്, നിന്റെ വായിലൂടെ പറയുന്ന വാക്കിനെ കണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന ഒരുവൻ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ചില മുഖങ്ങൾ, ചില കുടുംബങ്ങളെ വിട്ട്, ചില വ്യക്തികളെ വിട്ട് ഇന്ന് രാത്രി മാറുകയാണ്. ഈ വചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ ചില പദ്ധതികൾ, ചില കുടുംബങ്ങളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച്, നിന്റെ ജോലിക്ക് വിരോധമായി, നിന്റെ ആയുസ്സിന് വിരോധമായി ചില ഡിസ്റ്റർബൻസ് ഇടുന്ന ഈവിൽ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു പ്രാർത്ഥിക്കുകയാണ്. ചില ടൈം ലിമിറ്റ് നിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ടൈം ലിമിറ്റിനപ്പുറത്തോട്ട് നിനക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വിഷമത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ചിലതിനോട് പറയുന്നു, അത് എക്സ്റ്റെൻഡ് ആകാൻ പോകുകയാണ്. നിയമം നിനക്ക് വേണ്ടി മാറാൻ പോകുകയാണ്. ദാനിയേലിന് വേണ്ടി രേഖയെ തിരുത്തി എഴുതിയ ദൈവം നിനക്ക് വേണ്ടി രേഖകളെ തിരുത്തി
എഴുതാൻ പോകുകയാണ്. എസ്തേറിന് വേണ്ടി നിയമത്തെ മാറ്റിയ ദൈവം നിനക്ക് വേണ്ടി നിയമത്തെ മാറ്റുകയാണ്. ആരാണ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. നിന്റെ ആ പ്രോസസ്സിങ്ങിനകത്ത്, നിന്റെ ആ ജോലിയുടെ വിഷയത്തിനകത്ത് നീ ഭാരപ്പെടുകയാണ്. ഊണിലും ഉറക്കത്തിലും കിടപ്പിലുമെല്ലാം മുള്ളുപോലെ കുത്തുന്ന വേദന നിന്നെ അലട്ടുന്നുണ്ട്. ഒരു സ്വസ്ഥത നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി സമയം ഈ വചനം ഇവിടെ പറയുമ്പോൾ ഞാൻ അറിയുന്നു, ഞാൻ കാണുന്നു, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് യേശുവിന്റെ നാമത്തിൽ. ഹേരോദാവ് എത്ര പദ്ധതിയിട്ടാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഇന്ന് രാത്രി സമയം സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു ഡെലിവറൻസിന്റെ ദൂതൻ, വിടുവിക്കുന്ന ഒരു ദൂതൻ, ഹേരോദാവിന്റെ ചില പ്രതീക്ഷകളിൽ നിന്ന്, ദുഷ്ടമനുഷ്യരുടെ ചില പ്രതീക്ഷകളിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി വരിക യേശുവിന്റെ നാമത്തിൽ. ആ വിടുതലിനെ സ്വർഗം തന്ന അധികാരത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തുറന്ന ഉറവയടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവം തുറന്ന വാതിലടയ്ക്കാൻ, കർത്താവ് ഞങ്ങൾ പാടി ആരാധിച്ചതുപോലെ, അങ്ങൊരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അങ്ങൊരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയതിനെ വീണ്ടും തുറക്കുന്ന, വീണ്ടും തുറക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, വീണ്ടും തുറക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. മണ്ണിട്ട് മൂടിയ ചില വിഷയങ്ങൾ, നിനക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ചിലത്, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൂതനാമേൻ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ വചന, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, വനത്തിന്റെ തോലുരിക്കുന്ന, ബന്ധനങ്ങളെ തകർക്കുന്ന, പാറയെ തകർക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ ജനത്തിന് വിടുതലായി വ്യാപരിക്കട്ടെ. രക്തം ചെയ്യാം. വിളിച്ചു പറഞ്ഞേ, ദൂത് നിവർത്തിയാകും. ആമേൻ. ദൂത് നിവർത്തിയാകും. എന്നോട് പറഞ്ഞ ദൂത് നിവർത്തിയാകും. ഇവിടെ മീറ്റിംഗ് ലീഡ് ചെയ്ത ദൈവദാസനോട് പരിശുദ്ധാത്മനിറവിൽ ഞാൻ പറയുന്നു, ദൈവദാസ, ദൈവത്തിന്റെ ഭൃത്യനെ, ദൂത് നിവർത്തിയാകാൻ പോകുകയാണ്. താങ്കളോടുള്ള ദൈവത്തിന്റെ ദൂത് നിവർത്തിയാകാൻ പോവുകയാണ്. ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ അവഗണിച്ചാലും, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. മനുഷ്യർ അവിശ്വസ്തരാകുമ്പോൾ, വ്യക്തികൾ അവിശ്വസ്തരാകുമ്പോൾ, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ശിമയോൻ ഒരു ദൂത് കേട്ട് മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ കാണും. എന്നാൽ ഈ ആണ്ടത്രയും അദ്ദേഹം ചെയ്തൊരു കാര്യം, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കണം കേട്ടോ. പ്രസംഗിക്കാൻ എളുപ്പമാണ്, കാത്തിരിപ്പിനെ കുറിച്ച് ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ കാത്തിരിപ്പ് അത്ര സുഖമല്ല. കാത്തിരിപ്പ് ടെസ്റ്റിംഗ് പീരീഡാണ്. അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. ആ പീരീഡിനകത്ത് സ്പെഷ്യൽ ഡിവൈൻ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം തള്ളിക്കളയാതെ നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനെ എൻ്റെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. ഈ പുസ്തകത്തിനകത്ത് ആരൊക്കെ ദൈവത്തിന് വേണ്ടി പ്രമാണപ്രകാരം കാത്തിരുന്നോ അവരെയൊക്കെ ദൈവം സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. 2026 ദൈവം നിന്നെ സന്ദർശിക്കുന്ന വർഷമാണെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. 2026 is an year of divine visitation, supernatural visitation. Hallelujah. ശത്രുവല്ല നിന്നെ സന്ദർശിക്കാൻ പോകുന്നത്, ദൈവം നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പരിശുദ്ധനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവിക സന്ദർശനം കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഭാര്യ ഭർത്താവ് അടുത്തിരിക്കുവാണെങ്കിൽ പറഞ്ഞേ, ദൈവം സന്ദർശിക്കാൻ പോവാന്ന് പറ. പ്രാർത്ഥനാ വിഷയത്തെ ദൈവം സന്ദർശിക്കാൻ പോവാന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. ഹാലലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കണം. പല ആളുകളും പ്രയർ റിക്വസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ, എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിക്കുന്നു, പക്ഷെ എനിക്ക് സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി കാത്തിരിക്കുന്നു, എത്ര നാളിങ്ങനെ കടന്നു പോകും. 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 4 മാസമായി, മാസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. പാസ്റ്റർ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് കാത്തിരുന്നിട്ടും മറുപടി ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവവചന പ്രകാരമാണോ പ്രാർത്ഥിക്കുന്നത്? ആഴ്ചയിൽ 7 ദിവസമുണ്ട്. 6 ദിവസവും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് 7-ാം ദിവസം വന്ന് ആരാധിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ വേദന തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ മറയില്ലാതെ പറഞ്ഞില്ലെങ്കിൽ ന്യായവിധി പറയുന്നവനുണ്ടാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. കാത്തിരുന്നിട്ടും എവിടെയെങ്കിലും ദൈവപ്രവൃത്തി തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു യഹോവയെ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ അതിനെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു കാത്തിരിപ്പ് ഏതാണെന്നറിയാം? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കാത്തിരിക്കണം. നമുക്കറിയാം മത്തായി സുവിശേഷം 25 10 കന്യകമാരുടെ കാര്യം പറയുന്നു. 5 പേര് ബുദ്ധിയുള്ളവരാണ്, 5 പേര് ബുദ്ധിയില്ലാത്തവരാണ്. ബുദ്ധിയുള്ള കന്യകമാർ എന്ത് ചെയ്തു? വിളക്കെടുത്ത കൂട്ടത്തിൽ എണ്ണയും കൂടെ എടുത്തു. ബുദ്ധിയില്ലാത്തവരെന്ത് വിളക്ക് മാത്രമേ എടുത്തുള്ളൂ. അതിന്റെ അർത്ഥം മണവാളന് വേണ്ടി കാത്തിരിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ പ്രമാണം അനുസരിച്ച് കാത്തിരുന്നാലേ മണവാളൻ വരുന്നു എന്ന ശബ്ദം കേൾക്കുമ്പോൾ തിരി കത്തിക്കാൻ പറ്റത്തുള്ളൂ, വിളക്ക് കത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വിളക്ക് കെട്ടുപോകും. എന്ന് പറഞ്ഞാൽ അതിനൊരു പോളിസി ഉണ്ട്. നമ്മൾ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ഓഫർ ലെറ്റർ തരുമ്പോൾ സൈൻ ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക, കുറെ കാര്യങ്ങളുണ്ട്. ജോലി സ്ഥാപനത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ഓഫർ ലെറ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ. ഈ ജോലി സ്ഥാപനത്തിൽ പുറത്താക്കാനും മുൻപോട്ട് പോകാനും ഉള്ള അധികാരം ഈ ഓർഗനൈസേഷൻ ഉണ്ട്. അതെല്ലാം ഓഫർ ലെറ്ററിലുണ്ട്. അത് വായിച്ചു നോക്കാൻ നമ്മളങ്ങ് സൈൻ ഇടുക ജോലി കിട്ടുന്നതിൻ്റെ ആ ധൈര്യത്തിൽ. പക്ഷെ ഗൈഡ് ലൈൻസ് എല്ലാം അതിനകത്തുണ്ട്. ഒരു മിക്സി മേടിക്കുമ്പോൾ, ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ അതിൻ്റെ താഴെത്തട്ട് കുറച്ച് ബുക്ക് കാണും. നമ്മളാരും നോക്കത്തില്ല, നമ്മൾ നേരെ പ്ലഗ് കുത്തി അങ്ങ് പരിപാടി തുടങ്ങുക. അത് ആരും വായിച്ചു നോക്കത്തില്ല. ചൈനീസ്, ഫ്രഞ്ച് എല്ലാ ഭാഷയിലും അതിനകത്തുണ്ട്. സ്തോത്രം. ലോകത്ത് ഇത്ര ഭാഷ ഉണ്ടെന്ന് പോലും കാറ്റലോഗ് നോക്കുമ്പോഴാണ് അറിയുന്നത്. എന്നാൽ അതനുസരിച്ച് നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. വീട്ടിൽ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്, റൂമിനകത്ത് ലൈൻ വലിച്ചിട്ടുണ്ട്. പലതിനും ലിമിറ്റ് ഉണ്ട്. 1500 വാട്ട്, 2000 വാട്ട്. അതിനകത്ത് കൂടിയ കാര്യങ്ങൾ പ്ലഗ് ചെയ്താൽ ഡ്രിപ്പായി പോകും. ഹല്ലേലൂയ. ചില തേപ്പോട്ടി അയൺ ബോക്സ് പ്ലഗ് ചെയ്യുമ്പോൾ, ഹീറ്റർ പ്ലഗ് ചെയ്യുമ്പോൾ ഡ്രിപ്പായി പോകുന്ന കേട്ടിട്ട് എന്താ? ഒരു ലിമിറ്റ് ഉണ്ട്, അതനുസരിച്ചേ കുത്താവൂ. അതും ഇതും എല്ലാം കൂടെ പ്ലഗ് ചെയ്താൽ എല്ലാം തകർന്നു പോകും എന്ന് പറയുന്നത് ലോകത്തിൽ അത്രയുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനകത്തെ വ്യവസ്ഥ എത്രയോ വലുതാ. സങ്കീർത്തനക്കാരൻ 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നത് എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നത് ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വായിക്കാം. സങ്കീർത്തനങ്ങൾ 5:3. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. ഇവിടെ പറയുകയാണ് ഞാൻ കാത്തിരിക്കുകയാണ്. എങ്ങനെയാ കാത്തിരിക്കുന്നത്? ഒരുക്കി കാത്തിരിക്കുകയാണ്. എൻ്റെ ദിവസത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആത്മനിറവിലുള്ള പലരും ഇതിനകത്തുണ്ട്, ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ആത്മനിറവുള്ളവരോട് ഞാനൊരു കാര്യം പറയാം. ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിക്കും, ഹേമിപ്പിക്കും. എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രേരണ ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരും. പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എന്തോ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രേരണ കിട്ടുകയാണ്, ഉപവസിക്കും, പ്രാർത്ഥിക്കും, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കും. അതെന്താ? ഒരു ദൈവപ്രവൃത്തി വരുന്നതിന്റെ സൈൻ നമ്മൾ അനുഭവിക്കും. നമ്മുടെ സ്പിരിറ്റിൽ നമുക്കത് അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ഒരുങ്ങും. എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളോടും ഞാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മീറ്റിങ്ങിലൂടെ ഈ ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, സങ്കീർത്തനക്കാരൻ പറയുന്ന ആ വാക്ക് ഞാൻ പറയും, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഒരുങ്ങിക്കോണം കേട്ടോ. ഒരുപക്ഷെ നാളെ ഈ മെസ്സേജ് കേട്ടെന്ന് വരത്തില്ല. റെഡി, ബി പ്രിപ്പയർഡ് ടു റിസീവ് എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്, ടു റിസീവ് എ ബ്ലെസ്സിംഗ് ഫ്രം ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ മറുപടി സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങണം, നമ്മെ തന്നെ ഒരുക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവപ്രവർത്തിക്ക് തടസ്സമായ എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ? ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് ശേഷം ദൈവം എഴുന്നേൽപ്പിച്ച ദൈവഭൃത്യനാണ് യോശുവ.
അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരു ദൈവമനുഷ്യനായിരുന്നു, യുദ്ധവീരനായിരുന്നു. എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു. മോശയ്ക്ക് ശേഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ നേരത്ത് ധൈര്യം കുറഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് 1-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അവനെ ബലപ്പെടുത്തി. ഒടുവിൽ യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നലകളിൽ ചെങ്കടൽ പിളർന്ന ടെസ്റ്റിമണി സാക്ഷ്യം ഇസ്രായേൽ ജനം കേട്ടതാണ്, അവരനുഭവിച്ചതാണ്. എന്നാൽ ഇന്ന് ചെങ്കടൽ പിളർക്കാൻ വടിയുമായിട്ട് മോശ അവരുടെ കൂടെ ഇല്ല. ഇന്ന് യോശുവ ഒറ്റയ്ക്കാണ്. ഇവിടെ വന്ന് നിൽക്കുന്നത് കലങ്ങി മറിയുന്ന മരണയോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അവിടെ സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 5-ൽ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഒരതിശയം, ഒരു മിറക്കിൾ, ഒരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് ദൈവം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചിലത് ചെയ്യണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തിൽ ആയിരക്കണക്ക് പാസ്റ്റർമാരുണ്ട്, ഇവാഞ്ചലിസ്റ്റുമാരുണ്ട്, പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ. അവരെല്ലാം ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നെ ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശക്തിയും കൃപയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ ഏൽപ്പിച്ചത് ചെയ്യാനുള്ള ശക്തിയും കൃപയും അവസരവും ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി തരും. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. കാരണം അത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. ഹല്ലേലൂയ! ഇവിടെ നോക്കിക്കേ, യോശുവയോട് പറയുകയാണ്, നിങ്ങൾ ശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണോ? ശുദ്ധീകരണം. അതൊരു ഒരുക്കത്തെ കാണിക്കുകയാണ്. നിനക്ക് യോർദാനെ രണ്ടാക്കാൻ പറ്റത്തില്ല, നിനക്കതിനുള്ള ശക്തിയില്ല. പക്ഷേ നിനക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ! നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചെറിയ കാര്യം എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവവചനപ്രകാരം നമ്മളെ ജീവിതത്തെ ഒന്ന് ഒരുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ! കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നീ ഒരുങ്ങാൻ തയ്യാറായിക്കോ. ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്കെല്ലാം ഏലിയാവിനെ കുറിച്ച് അറിയാം. ഏലിയാവ് തീയിറക്കിയതിനെ കുറിച്ചൊക്കെ അറിയാം. നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു അഗ്നിജാല പോലെ തീ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. വെറുതെ അല്ല തീ ഇറങ്ങിയത്, ഒരു ഒരുക്കം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ ഏറ്റവും അധികം താല്പര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു ഒരുക്കം ആവശ്യം. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ദൈവവൃത്യൻ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നൊരു വാക്കാണ്, അദ്ദേഹത്തെ ആരും പ്രസംഗിക്കാൻ വിളിക്കുന്നില്ല. അദ്ദേഹത്തെ ആരും എന്ത് ചെയ്യുന്നില്ല? പ്രസംഗിക്കാൻ വിളിക്കുന്ന, അദ്ദേഹത്തിന് മീറ്റിംഗ് ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിച്ചു, ദൈവദാസ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 10 സ്ഥലത്ത് പ്രസംഗിക്കാൻ നിങ്ങളെ വിളിച്ചാൽ പ്രസംഗിക്കാനുള്ള ദൂത് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ, പ്രസംഗിക്കാനുള്ളതൊന്നും ഞാൻ പ്രിപ്പയർഡ് അല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ! അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം വേണം, പക്ഷെ ദൈവസന്നിധിയിൽ ഒരുങ്ങാൻ തയ്യാറല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമുക്കൊരു ദൂത് തന്നാൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ പറയാം, ഒരു മെസ്സേജ് തന്നാൽ അത് പറയാനുള്ള അവസരവും ദൈവം തരും. ഇവിടെ വെച്ച് സഹോദരിമാരും സാധാരണക്കാരായ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്കൊരു ഒരു മെസ്സേജ്, ഒരു ദൂത്, ഒരു വാക്യമാകട്ടെ, അത് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ടായിരിക്കും ദൈവം നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങളുടെ ചർച്ചിലുള്ളവർക്കായിരിക്കും, നിങ്ങളുടെ ജോലി ചെയ്യുന്നവർക്കുള്ളതായിരിക്കും. ആ ഒരു മെസ്സേജ്, ആ ഒരു വാക്യം, ഒരു പർട്ടിക്കുലർ വാക്യം, ചെറുതാകട്ടെ വലുതാകട്ടെ, ആ ഒരു വാക്യം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ
അത് കേൾക്കാൻ ചില ആളുകളെ ദൈവം നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. നിങ്ങളെ ആർക്കും അറിയത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് അറിയത്തില്ല. പക്ഷെ ചില സാക്ഷ്യങ്ങൾ, ചില വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. അത് തരുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമായി വിളക്കായിട്ടാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുങ്ങിയാൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ്. റിജോയ്സ് മിനിസ്ട്രീസിനോട് ആത്മാവിൽ പ്രവചിച്ച് ഈ രാത്രിയിൽ ഒരു ദൂത് പറയാം. ഒരുങ്ങിക്കോ, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലെ വർഷത്തിന്റെ അവസാനത്തിൽ ഒരുങ്ങാൻ തയ്യാറായിക്കോ. ദൈവപ്രവൃത്തി ഒരുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. അബ്രഹാമിന് വളരെ പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. ദൈവം എൻ്റെ മകന് വേണ്ടി കരുതുമെന്ന്. അബ്രഹാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഭക്തനാണ്, വിശ്വസിക്കുന്ന ഭക്തനാണ്, ആരാധിക്കുന്ന ഭക്തനാണ്. വാർദ്ധക്യത്തിൽ കിട്ടിയ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ മടിയില്ലാതെ അദ്ദേഹം യാഗം കഴിക്കാൻ പോയി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, അദ്ദേഹം അധികാലത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് തൻ്റെ മകനെ എടുത്തുകൊണ്ട് യാഗസ്ഥലത്തേക്ക്, ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. യാഗം കഴിക്കാൻ പറഞ്ഞു. എന്നാൽ രാവിലെ അങ്ങ് പോയേക്കാം, പല്ലും തേക്കാതെ. ചിലർ സഭായോഗത്തിന് വരുന്നുണ്ട്. സഭായോഗത്തിനൊക്കെ വരുമ്പോൾ ഒരുങ്ങി വരണം. ചില ആളുകൾ പറയാറുണ്ട്, ഇന്നത്തെ സഭായോഗത്തിന് ഒരു അന്തരീക്ഷം വെളിപ്പെട്ടില്ല. എന്താ കാര്യമെന്നറിയാമോ? നമ്മൾ ഒരുങ്ങി വരാത്തതുകൊണ്ട് അന്തരീക്ഷം വെളിപ്പെടാന്നേ. നമുക്ക് പ്രസംഗിച്ച പാസ്റ്ററിന്റെ കുറ്റമല്ല, അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ കുഴപ്പമില്ല. നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തത്. നമ്മൾ ഒരുങ്ങിയൊന്ന് വന്നേ, ചർച്ചിനകത്ത് ഒരുങ്ങിയൊരു മീറ്റിങ്ങിനകത്തിരുന്നേ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. വചനം പറയുന്നു, വിശക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. ചർച്ചിനകത്ത് വന്നിട്ട് കുറ്റം പറയരുത്. അയ്യോ, ഇന്നത്തെ സങ്കീർത്തനം ശരിയല്ല, പാട്ട് ശരിയായില്ല, കുറ്റം പറയുന്നുണ്ട്. അത് നമ്മുടെ കുറവാ. ഹല്ലേലൂയ. നമ്മൾ ഒരുങ്ങി വന്നാൽ ഞാൻ പറയാം, ദൈവം നമ്മെ സന്ദർശിക്കും, നമ്മളോട് ഇടപെടും. ഒരുങ്ങി പ്രാർത്ഥിച്ചു വന്ന ഹന്ന ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ എലിസബത്തിനെ, സക്കരിയാവിനെയും കുറിച്ച് കാണാൻ കഴിയും. ഒരുപാട് ആൾക്കാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി സക്കരിയാവും എലിസബത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കെല്ലാം വിടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ സക്കരിയാവിന്റെ വിഷയത്തിനകത്ത് ഒരു മറുപടിയില്ല. എന്നാൽ സക്കരിയാവ് മടുപ്പില്ലാതെ തൻ്റെ ക്രമം വെളിപ്പെട്ട് വന്നപ്പോൾ, തനിക്ക് നറുക്ക് വന്നപ്പോൾ, കൂറിന്റെ ക്രമപ്രകാരം ദേവാലയത്തിൽ ധൂപം കാട്ടുവാൻ താൻ ഒരുക്കത്തോടെ വന്നു. അവനറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൈവിക സന്ദർശനം എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടും. എന്താ സംഭവിച്ചത്? ദൂതൻ അവിടെ പ്രത്യക്ഷനായി അവനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ടെസ്റ്റിമണി പറയാൻ ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തരും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാമോ? ഈ ചർച്ചിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ദൈവം ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തന്നു. അത് ആലയത്തിൽ വന്നു പറയാൻ ദൈവം സംഗതി വരുത്തും. ആമേൻ. ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം, അതേ ആലയത്തിൽ, ഈ മെസ്സേജ് ഏത് ആലയത്തിൽ ഇരുന്നാണോ നിങ്ങൾ കേൾക്കുന്നത്, അതേ ആലയത്തിൽ വന്ന് സാക്ഷി പറയാൻ ദൈവം നിങ്ങൾക്ക് സംഗതി വരുത്താൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നെന്ന് ആലയത്തിൽ വന്ന് പറയാൻ ദൈവ സംഗതി വരുത്താൻ പോകുകയാണ്. ഹന്ന പ്രവാചകി ഏത് ആലയത്തിൽ വന്ന് ബാലകന് വേണ്ടി പ്രാർത്ഥിച്ചോ, അതേ ആലയത്തിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ ദൈവം ഹന്നയ്ക്ക് അവസരം നൽകിയതുപോലെ അതേ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ പോകുന്ന ചർച്ചിനകത്ത്, നീ ഇരിക്കുന്ന ചർച്ചിനകത്ത് വന്ന് ടെസ്റ്റിമണി പറയാൻ ഒരുക്കത്തോടിരിക്കുന്ന ദൈവ പൈതലിന് ദൈവം അവസരം തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഒരുക്കത്തോടിരുന്നോണം, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നമുക്കറിയാം, ശിംശോൻ, ഗിദെയോൻ മിദ്യാന്യർക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ 32,000 പേരുണ്ട്. ദൈവം പറഞ്ഞു, ഈ 32,000 പേരെ നമുക്ക് വേണ്ട. കാരണം 32,000 പേരും ഒരുക്കത്തോടല്ല ഇരിക്കുന്നത്. 300 പേരെ ഉള്ളെങ്കിലും ഒരുക്കത്തോടുണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. 50 പേരെ ഉള്ളോ, 70 പേരെ ഉള്ളോ, മതി. 70 പേര് ഒരുക്കത്തോടിരുന്നാൽ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടും. 120 പേര് ഒരുമിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ പെരുന്നാൾ കൂടുവാൻ, പെന്തക്കോസ് പെരുന്നാൾ കൂടുവാൻ വേണ്ടി അവിടെ വന്നിരിപ്പുണ്ട്.
ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ അവര് പല കാര്യങ്ങളിൽ അവർ ഏർപ്പെടുകയാണ്, ഉത്സവം ആചരിക്കുകയാണ്, അവര് വിൽക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, ഭയങ്കര സന്തോഷം. പക്ഷേ ഒരുക്കത്തോടിരിക്കുന്ന 120 പേര് ഒരു മാളിക മുറിക്കകത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നത് എവിടാ? ഉത്സവം ആചരിക്കുന്നവരുടെ ഇടയിലല്ല പരിശുദ്ധാത്മാവ് വിസിറ്റ് ചെയ്തത്. ഒരുക്കത്തോടിരുന്ന 120 പേരുടെ മാളിക മുറിക്കകത്താണ് വന്നത്. വലിയ പ്രകടനങ്ങളൊന്നുമില്ലെങ്കിലും പകുതിയോടെ നിൽക്കുന്ന ദൈവജനത്തിന് സന്ദർശിപ്പാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. നിന്റെ ഒരുക്കത്തെ ആരും കണ്ടില്ലെങ്കിൽ കാണുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ പറയുന്ന ഓരോ ദൂതുകളും ആത്മാവിലാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞത് ദൈവാത്മാവിലാണെങ്കിൽ ഇത് പറഞ്ഞതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ ഈ വചനം ദൈവസന്നിധി മടങ്ങിപ്പോകത്തുള്ളൂ. ഏതാത്മാവിൽ ഈ വചനം എഴുതിയോ, ഏതാത്മാവിൽ ഇത് പ്രസംഗിക്കുന്നോ, ഇത് അതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. നീ ആമേൻ പറഞ്ഞ ദൂത് നിന്റെ ശിരസിന് മുകളിൽ ഈ അന്തരീക്ഷത്തിൽ കടന്ന് കറങ്ങുന്നുണ്ട്. ആ ദൂത് മഞ്ഞും മഴയും വെറുതെ ഭൂമിയിൽ അയച്ചിട്ട് മടങ്ങിപ്പോകാതെ, വിതപ്പാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകിയിട്ട് മഞ്ഞും മഴയും മടങ്ങിപ്പോകുന്നത് പോലെ ദൈവത്തിന്റെ വചനം വെറുതെ പോകത്തില്ല. അതയച്ച കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങിപ്പോകും. ശിരസിന് മീതെ കൈയുയർത്തി പറഞ്ഞേ, ഇന്ന് ഞാൻ കേട്ട സകല വചനങ്ങളും അതിന്റെ കാര്യം അയച്ചിട്ട് കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകത്തുള്ളൂ. രക്തം ജയം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ദേശം മൊത്തം മലിനമായി, ദേശം മൊത്തം ആരാധിക്കുന്നത് ബാലിനെയാണ്. യഹോവയെ ആരാധിക്കേണ്ടവർ ബാലിനെയും അശേരയും ആരാധിക്കുമ്പോൾ ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ പ്രവചിക്കുന്ന ശബ്ദമാണ് എല്ലാവരും കേൾക്കുന്നത്. ദൈവത്തിന് വേണ്ടി പബ്ലിക്കിൽ നിൽക്കാൻ ആരുമില്ല. ഏലിയാവ് മാത്രമാണ് പബ്ലിക്കിൽ നിൽക്കുന്നത്. ആ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ് തീയിറങ്ങാൻ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഒറ്റയ്ക്കങ്ങ് തീയിറങ്ങുകയല്ല, ദൈവം മറുപടി കൊടുത്തപ്പോൾ അതിൻ്റെ പിന്നിൽ ഏലിയാവ് ചെയ്യേണ്ടത് ഏലിയാവ് ചെയ്തു. നമുക്കറിയാം, ഏലിയാവ് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെയാണ് 17-ാം അധ്യായത്തിൽ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അത്രയ്ക്ക് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ ഏലിയാവ് ഇവിടെ ബാലിന്റെ പ്രവാചകന്മാരെല്ലാം തീയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഏലിയാവിന് പ്രാർത്ഥിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ദൈവമേ തീ അങ്ങ് ഇറക്കണമേ എന്ന് പെട്ടെന്ന് പറയുകയല്ല ചെയ്തത്. എന്താ ചെയ്തേ? ഒരു ഒരുക്കം തന്നു. കാരണം അറിയാം, അത്രയും നേരം 1 രാജാക്കന്മാർ 18-ന്റെ 29-ാം വാക്യം വരെ 30-ാം വാക്യം വരെ മുഴങ്ങിക്കേട്ടത് അന്യദേവന്റെ ശബ്ദമാണ്. അവിടെ മുഴങ്ങിക്കേട്ടത് ഇസബേലിന്റെ പ്രവാചകന്മാരുടെ ശബ്ദമാണ്. എന്നാൽ അദ്ദേഹം ചെയ്തത് 31-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. അവൻ, ഒന്ന് വായിക്കാമോ? 30-31 വാക്യങ്ങൾ, 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാ. ഒരുക്കം ഇടിഞ്ഞു കിടന്നതിനെ നന്നാക്കണം. എവിടെയാണ് ഇടിവ് സംഭവിച്ചത്? നമുക്കാർക്കും മറ്റൊരാൾക്കറിയത്തില്ല. നമുക്കറിയാം നമ്മളെവിടെ വീണുപോയത്, നമുക്കറിയാം നമ്മളെവിടെ പരാജയപ്പെട്ടത്, നമുക്കറിയാം നമ്മുടെ ആത്മീക ജീവിതം തകർന്നത് എവിടെയാണ്, നമുക്കറിയാം. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വിള്ളൽ വന്നത് ഏതു ഭാഗത്താണ്, എവിടാണ് എന്ന് നമുക്കറിയാം. മറ്റൊരാളെ ഇടിവുകളെ പണിയാൻ നമ്മൾ നിൽക്കണ്ട. അവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ നമ്മളെ വിധിച്ചാൽ മതി. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പറയാം, ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയാൻ തയ്യാറാണോ? ഇടിഞ്ഞു കിടക്കുന്ന നിന്റെ സ്പിരിച്വൽ ലൈഫിനെ പണിയാൻ തയ്യാറാണോ? ഇടിഞ്ഞു കിടക്കുന്ന ദൈവവുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പിനെ പണിയാൻ തയ്യാറാണോ? ഇടിഞ്ഞു കിടക്കുന്ന നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പണിയാൻ തയ്യാറാണോ? ഇടിഞ്ഞു കിടക്കുന്ന നിന്റെ വിശുദ്ധ ജീവിതത്തെ പണിയാൻ തയ്യാറാണോ? ഇടിഞ്ഞു കിടക്കുന്ന നിന്റെ ആരാധനാ ജീവിതത്തെ പണിയാൻ തയ്യാറാണോ? സ്വർഗം നീ കാത്തിരിക്കുന്ന വിഷയത്തിന് മറുപടി തരും. ബിഫോർ ദ ഫയർ ഫാൾസ് ആൾട്ടർ മസ്റ്റ് ബി റിപ്പയർഡ്.
ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന മുമ്പ് ഒരു റിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ, ഒരു റീസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണം. സ്തോത്രം. നമ്മൾ ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയണം. ഹല്ലേലൂയ. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്ന് ശോധന ചെയ്തേ, ഒന്ന് പരിശോധിച്ചേ. എൻ്റെ ആത്മീക ജീവിതം എങ്ങനെയുണ്ട്? എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയുണ്ട്? ഈ വർഷം ആരംഭിച്ചപ്പോൾ തീരുമാനമെടുത്തു, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുമെന്ന്. വായിച്ചോ? നമുക്ക് നമ്മെ തന്നെ അറിയാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. മാസത്തിൻ്റെ ഇത്ര ദിവസം, ഞാൻ ആഴ്ചയിൽ ഇത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീരുമാനത്തിൽ നിന്ന് മാറിപ്പോയോ? ഒന്ന് ശോധന ചെയ്യും. ഇടിഞ്ഞു കിടക്കുന്നതിനെ ഒന്ന് പണി. ദൈവത്തിന് വേണം പ്രാർത്ഥിക്കുന്ന ചിലരെ റിജോയ്സ് ചർച്ചിനകത്ത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചിലതിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കൂട്ടത്തിനകത്ത് ഞാനുണ്ടെന്ന് പറയാൻ എത്ര പേര് തയ്യാറാകും? ഒരുക്കത്തോടെ വേണം ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിന്റെ വചനം പറയുന്നു, തീയിറങ്ങുന്നതിന് മുമ്പ്, മറുപടി ലഭിക്കുന്നതിന് മുമ്പ് ഒരുക്കം, ഒരു ഇടിഞ്ഞു കിടക്കുന്നതിനെ നന്നാക്കുന്നത് അത്യാവശ്യമാണ്. ബിഫോർ ദ ഫയർ ഫോൾസ് ആൾട്ടർ മസ്റ്റ് ബി റിപ്പയർഡ്. അടുത്ത നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അടുത്ത വാക്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഓർപ്പിക്കുന്നു. യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. നോക്കിക്കേ, ഇസ്രായേലിന്റെ 12 ഗോത്രത്തിന്റെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം എന്ത് ചെയ്തു? പണിതു. യഥാർത്ഥത്തിൽ തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഇസ്രായേലിന്റെ മേൽ വന്നിട്ട് 10ഉം 2ഉം ഗോത്രങ്ങളായി രണ്ടായി ഇസ്രായേലിനെ വിഭാഗിച്ചു. എന്നാൽ ഏലിയാവ് 10ഉം 2ഉമായിട്ട് സെപ്പറേറ്റ് ചെയ്തല്ല കല്ലെടുത്തു വെച്ചത്. പ്രമാണപ്രകാരം 12 കല്ല് എടുത്തു വെച്ചു. ചില സാഹചര്യങ്ങൾ നിമിത്തം അവിടെ ചില പ്രതിസന്ധികൾ വന്നെങ്കിലും കവനന്റ് പ്രകാരമാണ് താൻ കാര്യങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കണ്ടീഷൻ അല്ല നോക്കുന്നത്, ദൈവം നമ്മളോട് പറഞ്ഞ കവനന്റ് ആണ് ഓർക്കുന്നത്. ഗോഡ് സീസ് ദ കവനന്റ്, നോട്ട് അവർ കണ്ടീഷൻ. God sees his promises over you, not your present brokenness. നിങ്ങളുടെ തകർച്ചകളല്ല ദൈവത്തിന് വിഷയം. ദൈവം നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ കവനന്റ് ആണ് വിഷയം. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ് ദൈവത്തിന് വിഷയം. ഇന്നത്തെ നമ്മുടെ സാഹചര്യമല്ല ദൈവത്തിന് വിഷയം. നാളെ നമ്മൾ എന്താകും എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. സഹോദരി, സഹോദര, ഇന്നത്തെ നിന്റെ തകർച്ച നിനക്ക് വലിയ കാര്യമായിരിക്കും, പക്ഷേ എൻ്റെ ദൈവത്തിന് അതൊരു വലിയ കാര്യമല്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത കാര്യമല്ല. നാളെ ദൈവം നിന്റെ സ്ഥിതി മാറ്റുമെന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിന് വലിയ കാര്യം. ദൈവം നോക്കുന്നത് നിന്റെ തകർച്ചയല്ല, ദൈവം നിന്നെ എവിടെ എത്തിക്കുമെന്നാണ് നോക്കുന്നത്. യോസേപ്പെ ദൈവം നോക്കുന്നത് സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയതല്ല, പൊത്തിഫേറിന്റെ ഭാര്യ നിനക്കെതിരെ ആരോപണം പറഞ്ഞതല്ല. കർത്താവ് നോക്കുന്നത് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദർശനമാണ്. ഇന്ന് രാത്രി ഓർത്തോണ്, പ്രസന്റ് ബ്രോക്കൺനെസ് അല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന്റെ കവനന്റ് ആണ് വിഷയം. ഹല്ലേലൂയ. അടുത്തത് നമ്മൾ വായിക്കുന്നു, അദ്ദേഹം അവിടെ യാഗപീഠത്തെ ഒരുക്കുകയാണ്. ഇടിഞ്ഞു കിടന്നതിനെ പണിതു, പ്രമാണപ്രകാരം കല്ലുകൾ നിവർത്തിച്ചു. അടുത്തത് 33 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവൻ വിറകടുക്കി കാളയെ കണ്ണം കണ്ണമായി വിറകിന്റെ മീതെ വെച്ച് 4 തൊട്ടിയിൽ വെള്ളം നിറച്ച്, ശ്രദ്ധിക്കണേ, 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്റെ മീതെയും വിറകിന്റെ മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു. ഒന്നാമത്തെ പ്രാവശ്യം 4 തൊട്ടി വെള്ളം ഒഴിച്ചു. അടുത്തത് 34 വാക്യത്തിൽ വീണ്ടും 2ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീനെന്ന് പറഞ്ഞു. അവൻ 2ാം പ്രാവശ്യവും ചെയ്തു. അടുത്തത് അവൻ 3ാം പ്രാവശ്യവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 1 വെള്ളം ഒഴിച്ച്, തീയിറങ്ങാൻ വേണ്ടി ആരെങ്കിലും വെള്ളം ഒഴിക്കുമോ? ഒരിക്കലുമില്ല. 1 വെള്ളം ഒഴിച്ചു, വീണ്ടും കുറച്ചുകൂടെ ആഴത്തിൽ ഒഴിച്ചു, 3ാമത് കുറച്ചുകൂടെ ആഴത്തിൽ ഒഴിച്ചു. എന്താണെന്നറിയാമോ? ഇത് ഒരുക്കത്തിന്റെ ആഴത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഒരുങ്ങിക്കോണം. എത്രത്തോളം നമ്മൾ ഒരുങ്ങുന്നോ അത്രത്തോളം ദൈവ അനുഗ്രഹങ്ങളെ പകരും. ഹല്ലേലൂയ. ഡീപ്പർ പ്രിപ്പറേഷൻ ലീഡ് ടു ഡീപ്പർ ഔട്ട്പോറിംഗ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
പെട്ടെന്ന് ദൈവം ചില പ്രാർത്ഥനാ റിക്വസ്റ്റിന് മറുപടി തന്നതിന്റെ സ്വീറ്റ്നെസ് ആണോ വലുത്? വളരെ നാള് കാത്തിരുന്നിട്ട് ദൈവം റിക്വസ്റ്റ് തന്നതിന്റെ സ്വീറ്റ്നെസ് ആണോ നല്ലത്? ഞാൻ പറയും, വളരെ നാള് കാത്തിരുന്നിട്ട് ദൈവം മറുപടി തരുമ്പോഴാണ് നമ്മൾ പറയുന്നത്, അയ്യോ, ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ദൈവം വൈകുന്നോ അത്രത്തോളം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ലാസറിനെ സ്നേഹിച്ച്, മാർത്തയെ സ്നേഹിച്ച്, മറിയെ സ്നേഹിച്ച് വിഷയം അറിഞ്ഞിട്ട് യേശു വൈകിയെങ്കിൽ എത്രത്തോളം വൈകുന്നോ എത്രത്തോളം അവന്റെ മഹത്വം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അവിടെ ഏലിയാവ് ഫുള്ളി ദൈവസന്നിധിയിൽ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അനുസരണം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ തുറക്കാനുള്ള താക്കോലാണ്. നമ്മുടെ ഒരുക്കം ദൈവപ്രവൃത്തിയെ വിളിച്ചറിയിക്കുന്ന താക്കോലാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ കാത്തിരുന്ന പ്രാർത്ഥിച്ച ആരും ലജ്ജിച്ചു പോയിട്ടില്ല, ആരാധിച്ച ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഈ ഞായറാഴ്ച രാത്രി ഈ ദൂതനെ കേൾപ്പിച്ചത്, ഞാൻ ചില മേഖലകൾക്കകത്ത് ഒരുങ്ങാനുണ്ട് കർത്താവെ. അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ എൻ്റെ ജീവിതത്തിനകത്ത് ചില ക്രമപ്പെടുത്തലുകൾ, ക്രമീകരണങ്ങൾ വരുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. എത്ര പേർ തയ്യാറാകും? ഒന്ന് പ്രാർത്ഥിച്ചേ, വാ തുറന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ കുറവുകളെ നിനക്ക് കാണിച്ചു തരികയാണ്. നിന്റെ ആത്മീക ജീവിതത്തിന്റെ കുറവുകൾ, നിന്റെ സ്പിരിച്വൽ ലൈഫിന്റെ കുറവുകൾ രക്തത്താലും വചനത്താൽ ചെയ്യും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരുങ്ങിക്കോ, കർത്താവ് നിന്നെ സഹായിക്കാൻ പോവുകയാണ്. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലേ? യഹോവ നിത്യനായ ദൈവം, അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഞാൻ സകല ജഡത്തിന്റെ ഉടയവനായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. സിസ്റ്റർ ബീന രാജൻ എന്ന ഡിവൈസിൽ എന്നെ കേൾക്കുന്ന സഹോദരിയുടെ ആത്മാവിൽ ഞാൻ പറയാം, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വചനത്തിന്റെ മുമ്പിൽ നീങ്ങാത്ത പാറകളില്ല. ആര് എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് പ്രാർത്ഥിച്ച സഹോദരിമാർ കണ്ടത് കല്ല് ഉരുണ്ട് മാറിയതാണ്. ഈ ദൂതിന്റെ മുമ്പിൽ ആമേൻ പറയുമ്പോൾ, ഹല്ലേലൂയ, കുടുംബത്തിനകത്ത് ഒരിക്കലും ഉരുണ്ടു മാറാത്ത വിഷയത്തെ വിശ്വസിച്ച് ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ചർച്ചിനകത്ത് വന്ന് ടെസ്റ്റിമണി പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുവാൻ പോവുകയാണ്. ആമേൻ. പാസ്റ്ററിനെ വിളിച്ച്, പാസ്റ്റർ, ഈ വിഷയത്തിനകത്ത് ദൈവം മറുപടി തന്നത് പറയുവാൻ ദൈവം ഇടവരുത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചർച്ചിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. നോ, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചുകൂടെ ഇടിവിൽ നിൽക്കണം എന്നുള്ള പ്രേരണ, ഒരു തോന്നൽ, ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം കേട്ടോ, പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രിയിൽ ഡ്യൂട്ടി ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ, നിങ്ങളുടെ ആ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ കേൾപ്പിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കർത്താവേ, ഞാൻ ചില വിഷയങ്ങൾ മറന്നാൽ മറക്കാത്ത എൻ്റെ ദൈവം, മറക്കാത്ത എൻ്റെ ദൈവം, എന്നെ ഓർത്തെന്നെ ആദരിക്കുന്ന എൻ്റെ ദൈവം, കർത്താവേ, ഐ ആം റെഡി ടു റിസീവ് ദ ബ്ലെസ്സിങ്, ഐ ആം റെഡി ടു റിസീവ് ദ ആൻസർ എന്ന് പറയാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകും? ഒരുങ്ങിക്കോ. കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇടിഞ്ഞു കിടക്കുന്നതിനെ നീ പണിതാൽ, നീ ചെയ്യാനുള്ളത് നീ ചെയ്താൽ, നിനക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്തു തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഈ ശബ്ദം കേട്ട സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം മാറാത്തത്, അങ്ങ് മാറാത്തവൻ, അങ്ങ് സ്നേഹമുള്ളവൻ, അങ്ങ് വിശ്വസ്തൻ. ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും അങ്ങ് മറുപടി തരണമേ. ഈ വചനത്തിന്റെ ശബ്ദം കേട്ട പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബ്ലെസ് ചെയ്യണമേ കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ അങ്ങ് കാണിച്ചു തരണമേ കർത്താവെ. ഏതൊക്കെ സ്ഥലങ്ങളിൽ പണി ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളിൽ റീസ്റ്റോറേഷൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ, അത് ആരാധന ജീവിതമാകട്ടെ, പ്രാർത്ഥനാ ജീവിതമാകട്ടെ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാകട്ടെ, കർത്താവെ, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ ഒരുക്കണമേ. റിജോയ്സ് മിനിസ്ട്രീസിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സണ്ണിച്ചാനെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ജോയിൻ ചെയ്ത സകല വ്യക്തികളെയും ബ്ലെസ് ചെയ്യുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞാലും ദൈവ സാന്നിധ്യം അവരെ ചുറ്റി മിന്നട്ടെ.
അവർ കേട്ട വചനം ഉരുവിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ. ജോലിയോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ടല്ലോ കർത്താവെ. അവർക്ക് ചില എക്സ്റ്റൻഷൻസ് കർത്താവ് കൊടുക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ ഭയപ്പെടുന്നത് പോലെ അവരുടെ സാമ്പത്തിക മേഖലയിൽ സംഭവിക്കുവാൻ അങ്ങ് അനുവദിക്കാത്ത ദൈവമാണല്ലോ കർത്താവ്. നിയമങ്ങളെ അവർക്ക് അനുകൂലമാക്കി തീർക്കണമേ. ശാരീരികമായ സൗഖ്യത്തെ നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടുള്ള നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.